ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ലോക സാമ്പത്തിക രംഗത്തേക്ക് എറിഞ്ഞ കല്ലുകളാണ് താരിഫുകൾ. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ചുമത്തി അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനായി ട്രംപ് നടപ്പാക്കിയ ഈ നയം സത്യത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിനാണ് തിരികൊളുത്തിയത്. സംരക്ഷണവാദത്തിന്റെ ഈ തത്വശാസ്ത്രം ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലയെ തകർത്തെറിയുകയും സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ സംരക്ഷണവാദ നയം ലോകത്തിന് മൊത്തത്തിൽ തന്നെ ബാധിച്ചു. അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ചെലവ് വർദ്ധിക്കുകയും ആ ഭാരം അവിടുത്തെ സാധാരണ ഉപഭോക്താക്കളുടെ തലയിൽ വിലക്കയറ്റമായി വീഴുകയും ചെയ്തു. കോസ്റ്റ്കോ പോലുള്ള വൻകിട കമ്പനികൾ പോലും കോടിക്കണക്കിന് ഡോളർ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് ഈ നയം അമേരിക്കൻ ബിസിനസ്സുകളെ പോലും തകർക്കുന്നു എന്നതിന്റെ തെളിവാണ്. മറുപടിയായി മറ്റു രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചതോടെ പരസ്പര വിശ്വാസം തകർന്ന് ലോകവ്യാപാരം സ്തംഭനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. തുറന്ന വിപണിയുടെ അന്തസ്സിനെയാണ് ട്രംപ് ചോദ്യം ചെയ്തത്. ലോകത്തിലെ വൻകിട വ്യാപാര കേന്ദ്രമായ കോസ്റ്റ്കോ ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ വർഷം ഇറക്കുമതി ചെയ്ത ചരക്കുകൾക്ക് നൽകിയ താരിഫ് മുഴുവൻ തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് യുഎസിലെ അന്താരാഷ്ട്ര വ്യാപാര കോടതിയെ സമീപിച്ചത്. ഈ കമ്പനി കോടതിയെ സമീപിച്ചത് ട്രംപ് അനുകൂലികളായ മാഗ വിഭാഗം അഥവാ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ കമ്പനിക്കെതിരെ കടുത്ത വിമർശനവും ബഹിഷ്കരണ ആഹ്വാനവുമായി അവർ രംഗത്തെത്തിക്കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തി മാസങ്ങൾക്കകമാണ് കമ്പനി ഇത്തരമൊരു നിയമ നടപടിയുമായി രംഗത്തെത്തിയത്. ഈ വർഷം ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കിയ ഉയർന്ന താരിഫ് തുക റീഫണ്ട് ചെയ്യണമെന്നതാണ് അമേരിക്കയിലുടനീളം 800-ലധികം ശാഖകളുള്ള ഈ കമ്പനി ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിനാണ് താരിഫ് ഏർപ്പെടുത്താൻ അധികാരമെന്നും പ്രസിഡന്റിനല്ലെന്നും കമ്പനി വാദിക്കുന്നുണ്ട്. സമാന ആവശ്യവുമായി മറ്റ് യുഎസ് കമ്പനികളും കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഏകദേശം 20 കേസുകൾ ഇതേ വിഷയത്തിൽ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോസ്റ്റ്കോയുടെ നീക്കത്തിനെതിരെ ട്രംപ് അനുകൂലികൾ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ഈ കമ്പനിയെ ഒറ്റുകാരെന്ന് വിശേഷിപ്പിച്ച മാഗ വിഭാഗം കമ്പനി വിദേശ നിർമ്മിത ഇറക്കുമതികളെയും ആഗോള വിതരണ ശൃംഖലകളെയും പിന്തുണയ്ക്കുന്നതായി ആരോപിക്കുന്നുണ്ട്. കോസ്റ്റ്കോ ഉപഭോക്താക്കൾ മെമ്പർഷിപ്പ് റദ്ദാക്കാനും വാൾമാർട്ട് പോലുള്ള റീറ്റെയിലർമാരിലേക്ക് മാറാനും ഇക്കൂട്ടർ ആവശ്യപ്പെടുന്നു. കോസ്റ്റ്കോയ്ക്ക് പുറമെ റവ്ലോൺ, ബംബിൾ ബീ ഫുഡ്സ്, കാവസാക്കി മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളും കോടതിയെ സമീപിച്ച് ട്രംപിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിന്റെ താരിഫ് നയങ്ങളെ അമേരിക്കക്കാര് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ വ്യവസായങ്ങളെയും ജോലികളെയും അനധികൃത വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ താരിഫ് ആവശ്യമാണെന്നാണ് ട്രംപിന്റെ വാദം. പ്രസിഡന്റ് ട്രംപ് 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ഏപ്രിൽ മാസത്തിൽ താരിഫുകൾ ഏർപ്പെടുത്തിയത്. അസാധാരണമായ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വാണിജ്യം നിയന്ത്രിക്കാൻ അധികാരം നൽകുന്ന നിയമം ഉപയോഗിച്ചായിരുന്നു ട്രംപിന്റെ നീക്കം. ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യയെയും വെറുതെ വിട്ടിട്ടില്ല. ആഗോള സാമ്പത്തിക അസ്ഥിരത ഇന്ത്യൻ വിപണിയെ നേരിട്ടും അല്ലാതെയും ഒക്കെ ബാധിച്ചു. ലോകമെമ്പാടുമുള്ള ഉൽപാദന വിതരണ ശൃംഖല തകർന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചു. ഇത് രാജ്യത്തെ നിർമ്മാതാക്കൾക്കും ഉപഭോക്താക്കൾക്കും അധിക ഭാരമായി. ഒരു വലിയ സാമ്പത്തിക ശക്തി സംരക്ഷണവാദത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളെയും വളർച്ചയെയും അത് പ്രതികൂലമായി ബാധിച്ചു. പകരം ഇന്ത്യ ബദൽ മാർഗങ്ങൾ കണ്ടുപിടിച്ചു. തുറന്ന വ്യാപാര യുദ്ധത്തിലൂടെ വളരാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ട്രംപിന്റെ നയങ്ങൾ തുടക്കത്തിൽ തിരിച്ചടിയായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ ഒരിക്കലും യുദ്ധകളങ്ങളല്ല, മറിച്ച് സഹകരണത്തിന്റെ പാലങ്ങളാണെന്ന് ട്രംപ് എന്നാണ് ഇനി തിരിച്ചറിയുന്നത്. താരിഫ് ഏർപ്പെടുത്തി സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലികമായ ആശ്വാസം മാത്രമേ നൽകൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് ഇനി തിരിച്ചറിയുന്നത്. എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു തുറന്ന ആഗോള വ്യാപാര സംവിധാനമാണ് ലോകത്തിന്റെ പുരോഗതിക്ക് ആവശ്യം. ട്രംപിന്റെ ഈ സംരക്ഷണവാദ നയങ്ങൾ അമേരിക്കയുടെയും ലോകത്തിന്റെയും പുരോഗതിക്ക് തടസ്സമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ ഈ തെറ്റായ നയങ്ങൾ ഉടൻ തിരുത്തപ്പെടണം.